3 ദിവസമായി രാജസ്ഥാനിലെ ജോധ്പൂരിൽ തുടരുന്ന RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് ഇന്ന് സമാപിക്കുകയാണ്. ബൈഠക് സംബന്ധിച്ച് വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ ഉച്ചയ്ക്ക് 12:30 RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേക്കർ മാധ്യമങ്ങളെ കാണും. RSSന്റെ പരിവാർ സംഘടനകളടക്കം 32 സംഘടനകളിൽ നിന്നായി ഏകദേശം 320ഓളം കാര്യകർത്താക്കൾ പങ്കെടുത്ത ബൃഹത് യോഗമാണ് രാജസ്ഥാനിൽ ചേർന്നത്. വിവരങ്ങളുമായി S നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് രാജസ്ഥാനിലെ ജോധ്പൂരിൽ തുടരുന്നത്. വിവരങ്ങൾ. 3 ദിവസമായി തുടർന്ന യോഗം ബൈഠക് ഇന്ന് അവസാനിക്കും. ഏതാണ്ട് സംഘപരിവാറിൻ്റെ 32 സംഘടനകളായി സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്നായി 32 പരിവാർ പ്രസ്ഥാനങ്ങളിലായി ഏതാണ്ട് 320ലധികം കാര്യകർത്താക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ആയിരുന്നു ഈ യോഗത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഒപ്പം തന്നെ സർക്കാര്യ ദത്താത്രേയ ഹസുബുളിയും ഇതിൽ പ്രധാനമായും പങ്കെടുത്തിരുന്നു. ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ബൈഠക്കിൽ സമന്വയ ബൈഠക്കിൽ ചർച്ചയായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശതാബ്ദി വർഷ പരിപാടികളുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളാണ് നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിശ്ചയിച്ച പരിപാടികളുണ്ട്. അതിൽ പല പരിപാടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ആ പരിപാടികളുടെ വിലയിരുത്തൽ, ഒപ്പം തന്നെ നടക്കാൻ പോകുന്ന പരിപാടികളുടെ കൂടിയാലോചനകളടക്കം ഈ യോഗത്തിലുണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ചകൾ ഈ സമന്വയ ബൈഠക്കിൽ നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വനവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അത് പ്രത്യേകമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രത്യേക കർമ്മ പദ്ധതികൾ തയ്യാറാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഈ ബൈഠക്കിൽ നടന്നു എന്നുള്ള വിവരങ്ങളും വ്യക്തമാകുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചില വിഷയങ്ങൾ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇത്തരം പ്രധാന വിഷയങ്ങൾക്ക് ചർച്ച ചെയ്തതൊഴിച്ചാൽ മറ്റ് ചില വിഷയങ്ങൾ കൂടി ഈ ബൈഠക്കിൽ ചർച്ചയായി എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. അത് നേത്രകുംഭവുമായി ബന്ധപ്പെട്ട പരിപാടികളാണ്. അതായത് ഈ സെപ്റ്റംബർ മാസം ആദ്യം തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആൾക്കാർക്ക് കണ്ണു പരിശോധനകൾ നടത്തി. അതിൽ 85,337 പേർക്ക് കാഴ്ച സഹായം നൽകുന്ന രീതിയിൽ, അതുകൂടാതെ ഏതാണ്ട് 6,234 പേർക്ക് ശസ്ത്രക്രിയ നൽകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഗ്രാമീണ മേഖലയിൽ ക്ഷീര വ്യവസായവുമായി ബന്ധപ്പെട്ട വലിയ വിപ്ലവകരമായ മാറ്റത്തിനുതകുന്ന ചില തീരുമാനങ്ങൾ, അത്തരം വിഷയങ്ങളുമൊക്കെ തന്നെ ചർച്ചയായി എന്നുള്ളതും അറിയാൻ കഴിയുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഉച്ചയ്ക്ക് 12:30 വാർത്താ സമ്മേളനത്തിൽ RSSന്റെ മുതിർന്ന നേതാക്കൾ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനമാണ് ഉച്ചയ്ക്ക് 12:30 നടക്കാൻ പോകുന്നത്.